Satyan Andikad is here with me. It's AK-47. Are you ready, sir? ഞാൻ കുറച്ച് പേരുകൾ പറയാം. പയ്യൻ കൊള്ളാം, ഇവൻ മിടുക്കനാണ് എന്ന് ഇവരിൽ ആരെ പറയും? എ നിവിൻ പോളി, ബി ആസിഫ് അലി. രണ്ടുപേരും പറയേണ്ടി വരും, കാരണം രണ്ടുപേരും എന്റെ പടത്തിലെ വിളിച്ചിട്ടുണ്ട്. രണ്ടുപേരും മിടുക്കന്മാരാണ്, ബഹുവചനം വേണം. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ. ഫഹദ് ഫാസിൽ ആസ് എൻ ആക്ടർ പ്രൂവ് ചെയ്തിരിക്കുന്നു കൂടുതൽ. ദുൽഖർ സൽമാൻ ഇനി കുറച്ചും കൂടി പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞത്, ദുൽഖർ സൽമാന്റെ സിനിമ കണ്ടതിന് ശേഷം മമ്മൂട്ടിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ രണ്ടാമത്തെ സിനിമ ഏതാണ്? അപ്പൊ എന്താണെന്ന് ചോദിച്ചു. ദുൽഖർ സൽമാന്റെ രണ്ടാമത്തെ സിനിമ ഞാൻ കണ്ടു, അതിൽ അവൻ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി വേണം മമ്മൂട്ടിയുടെ രണ്ടാമത്തെ സിനിമ കാണാൻ, എന്നിട്ട് വേണം എനിക്ക് കമ്പയർ ചെയ്യാൻ. ദയവേത് ഇത് എന്നോടത്ത് പറഞ്ഞതൊക്കെ മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, ഇനി വേറെ അടുത്ത് പറയരുത്. ചൂസ് വൺ. ദാസൻ, വിജയൻ. കാര്യം ഏറ്റവും കൂടുതൽ വിഡ്ഢിത്തമുള്ള വിജയനിലാണ്. ഏറ്റവും കൂടുതൽ സത്യൻ അന്തിക്കാട് സിനിമയിൽ അഭിനയിച്ചത് ഇന്നസെന്റ് ആണെന്ന് പറയുന്നു. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഇന്നസെന്റിൽ നിന്ന് സത്യൻ അന്തിക്കാട് എന്ത് പഠിച്ചു? മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഞാൻ ഇന്നസെന്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാളെയും ശത്രുക്കളാക്കാതെ, അതേസമയം തന്റെ ആശയങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ. അതുകൊണ്ടാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ഇത്രയും കാലം തുടരുന്നത്. വളരെ നയപരമായ രീതിയിൽ ആളുകളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഇന്നസെന്റിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയ നന്നാവോ? തീർച്ചയായിട്ടും. കാരണം ഇന്നസെന്റിന് സ്വാർത്ഥമോഹങ്ങളില്ല, അതേസമയം വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ആളാണ്. പച്ചയായ മനുഷ്യൻ എന്ന് സത്യൻ അന്തിക്കാട് എപ്പോഴും ഉപയോഗിക്കാറുള്ള പ്രയോഗമാണ്. എന്താണ് പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? ഒരു വരി പറയണേ. മുഖമൂടിയില്ലാതെ നമ്മുടെ മുന്നിൽ തുറന്ന് സംസാരിക്കുന്ന, തുറന്ന് പെരുമാറുന്ന മനുഷ്യൻ. നമ്മുടെ മുന്നിൽ ഒരു ഭാവം വെച്ചുകൊണ്ട് ഉള്ളിൽ വേറൊരു ഭാവം സൂക്ഷിക്കുന്നവരെ പച്ചയായ മനുഷ്യപ്പെട്ടില്ല. ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള മനുഷ്യന്മാർ കൂടുതലാണോ കുറവാണ്? സത്യം. തീർച്ചയായിട്ടും. പച്ചയായ ഇൻഡസ്ട്രിയിൽ ഒന്ന് രണ്ട് മനുഷ്യന്മാരുടെ പേര് പറയാമോ? മരിച്ചുപോയവരിൽ ഒടുവിൽ ഉണ്ണേഷനാണ്. വളരെ തുറന്ന ഹൃദയമുള്ള ഒരാൾ ഒടുവിൽ ഉണ്ണേഷനായിരുന്നു. ഞാനിപ്പോ കുറച്ച് സിനിമ പേരുകൾ പറയാം. ഇത്തരം കഥകളുമായിട്ട് ആരെങ്കിലും സത്യൻ അന്തിക്കാടിനെ വന്ന് കണ്ടാൽ ആസ് എ ഡയറക്ടർ ഈ സിനിമ ചെയ്യാൻ റെഡിയാവും? ഓപ്ഷൻ എ ട്രാഫിക്. ഞാൻ റെഡിയാവില്ല. വൈസ്. കാര്യം അത് രാജേഷ് പിള്ള ആ സിനിമയെ കണ്ട ഒരു കാഴ്ചയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. ഒരു ദിവസം നടക്കുന്ന ഒരു കഥ. ഓരോ ഡയറക്ടർക്കും ഓരോ നിലപാടുണ്ട്. അതെന്റെ നിലപാടിനനുസരിച്ചുള്ള സിനിമയല്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന സിനിമയാണ്. ബി ചാപ്പ കുരിശ്. ഞാൻ ചെയ്യില്ല. ആ വിഷയം എന്റെ പരിധിയിൽ വരുന്നതല്ല, എനിക്ക് എന്റെ പരിമിതിക്കുള്ളിൽ വരുന്നതല്ല ആ വിഷയം. 22 ഫീമെയിൽ കോട്ടയം ഞാൻ ചെയ്യില്ല. ഇതൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളാണ്, പക്ഷെ ഞാൻ ചെയ്താൽ നന്നാവില്ല. സോൾട്ട് ആൻഡ് പെപ്പർ. ഫൈനലി സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യാവുന്നതാണ്. ആ കഥയുമായിട്ട് കഥാകാരൻ വന്നിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. ഓ, ദാറ്റ്സ് സത്യൻ അന്തിക്കാട് വിത്ത് us on Club FM. Star Jam ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. Director Satyan Andikad is here with us on Club FM. Star Jam, welcome back to the show, sir. Yes. Club FM സത്യാന്വേഷണ കഥകൾ എന്നുള്ള ഒരു പുതിയ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവനും അവർ ജീവിതത്തിൽ ചെയ്ത ചില തെറ്റുകൾ, കള്ളത്തരങ്ങൾ, മിസ്റ്റേക്സ് ഏറ്റു പറയുന്നുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ സത്യാന്വേഷണ കഥകൾ ഒന്ന് പറയാമോ? Club FM presents സത്യാന്വേഷണ കഥകൾ. ചില ആളുകളെ ശല്യം മൂത്തിട്ട് പണ്ട് ശ്രീനിവാസൻ എനിക്കൊരു പണി തന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്ത് ചാൻസ് അന്വേഷിച്ചു വന്ന ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനിവാസനാണെന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വെറും ഡയറക്ടർ മാത്രമാണ്, എഴുത്തുകാരനാണല്ലോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ശ്രീനിവാസനാണ് അത് എഴുതുന്നത്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞാലേ നമുക്ക് ഇതിൽ ഒരു ചാൻസ് കിട്ടുള്ളൂ. ഇയാൾ പോയി. ഞാൻ വിചാരിച്ച അയാൾ പോയി എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു ടാക്സി കാറിൽ ശ്രീനിവാസൻ വന്നിറങ്ങുന്നു, കൂടെ ഇയാളും ലൊക്കേഷനിൽ. ഇയാളും കൊണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു, കാരണം ഇയാളെ ഞാൻ കാലത്ത് പറഞ്ഞയച്ചതാണ്. അപ്പോൾ ശ്രീനിവാസൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇയാളെ പടത്തിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നു ഇയാളെ നായകന്റെ അനിയനായിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അല്ല ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. കാരണം ഞാൻ എന്നെ ഇയാൾ എഴുതാൻ സമ്മതിക്കുന്നില്ല. എന്റെ മുറിയിൽ ബെല്ലടിക്കുന്നു, എന്റെ അടുത്ത് വരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞ ചാൻസ് ഡയറക്റ്റ് ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ശ്രീനി വന്നിരിക്കാൻ. ഞാൻ പറഞ്ഞിരിക്കുന്നു ഇയാൾക്ക് ചാൻസ് കൊടുക്കും. എന്ത് പറയും? ഇല്ലില്ല. ഞാൻ പറഞ്ഞു മോനെ, ഞാൻ ഒഴിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ശ്രീനിവാസനെ പോയി ശല്യം ചെയ്യാൻ പറഞ്ഞതല്ല. ചിലപ്പോൾ അസത്യങ്ങളും പറയാറുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ പറയേണ്ടി വരുന്നത് അസത്യങ്ങളാണ്. കാരണം ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില മീറ്റിങ്ങുകൾക്ക് ക്ഷണിക്കാൻ ആൾക്കാർ വരുമ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കും എന്ത് കള്ളമാണ് പറയേണ്ടത്. ആ സംസാരിച്ച് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു കള്ളം ഞാൻ രൂപപ്പെടുത്തിയിരിക്കും. അത് പറഞ്ഞിട്ടാണ് പലരും തിരിച്ചയക്കാറുള്ളത്. ഫൺ. ഹായ്, ഞാൻ സത്യൻ അന്തിക്കാട്. Say true or false? ലോഡ് ഷെഡിങ് എനിക്ക് ഇഷ്ടമാണ്. ട്രൂ ഓർ ഫാൾസ് ആസ് എ മലയാളി പറയും? എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ചെന്നൈയിൽ ലോഡ് ഷെഡിങ് ഉണ്ടോ? തമിഴ്നാട്ടിൽ ഇതിനേക്കാൾ കൂടുതൽ ലോഡ് ഷെഡിങ് ഉണ്ട്. വൈദ്യുതിക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കണം. തമിഴ്നാട്ടിൽ മാത്രമല്ല, അപ്പോൾ നമ്മൾ മൈസൂരിലേക്ക് പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ 8 മണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ് ഉള്ള സ്ഥലങ്ങളുണ്ട്. ആകെ നിലയ്ക്ക് മലയാളികൾ ഭാഗ്യവാന്മാരാണ്. രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിയവർ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി ചീത്ത പറയേണ്ട കാര്യം അവർ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന് നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? അതൊന്നുമില്ല. അത് അദ്ദേഹത്തിന് നിവൃത്തി
നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സത്യനന്ദിക്കാടിന് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ട്രൂ ഓർ ഫാൾസ്? ഇഷ്ടമാണ്. ഡയറക്ടേഴ്സ് ക്രിക്കറ്റ് ലീഗിൽ സത്യനന്ദിക്കാടിന് ഒരു ചാൻസ് വേണോ? എനിക്കൊരു ചാൻസ് വേണ്ട, എനിക്കൊരു അതിൽ യാതൊരു താല്പര്യമില്ല. എന്താ കാര്യം ഡയറക്ടേഴ്സിന്റെ ജോലി ഡയറക്റ്റ് ചെയ്യലാണ്. കളിക്കാൻ നമുക്ക് താല്പര്യം ഡയറക്ടേഴ്സ് മാത്രമല്ല, അതിൽ പലർക്കും വേണമെങ്കിൽ പങ്കെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ അതിന് എതിരൊന്നല്ല. ഗ്യാസ് ഇല്ലെങ്കിലും ഗോബർ ഗ്യാസിൽ ജീവിക്കാൻ പറ്റും. ഗ്യാസ് ഇല്ലെങ്കിലും ഒക്കെ നമ്മളിവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ, പണ്ട് തൊട്ടേ ജീവിച്ചിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് സംസ്കാരം വന്നപ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിറക് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും തീ കത്തിക്കാം. സ്വന്തം വീട്ടിൽ അങ്ങനെ സംഭവിക്കും? എന്റെ വീട്ടിൽ അതിന്റെ സാധാ കൂടുതൽ ഗ്യാസ് വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. എല്ലാം ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു. നാട്ടുമ്പുറങ്ങളിലെങ്കിലും ഗ്യാസ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് എന്റെ മിടുക്കല്ല, എന്റെ ഭാര്യ അതിൽ താല്പര്യമുള്ളതാണ്. എപ്പോഴും എന്റെ വീട്ടിൽ കിട്ടുന്ന വിറകുകൾ മാക്സിമം ഉപയോഗിക്കുകയും പലപ്പോഴും ചായ ഉണ്ടാക്കാനും പോലെ എന്തെങ്കിലും ചില കറി വയ്ക്കാനും മാത്രമാണ് ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ചോറുണ്ടാക്കുന്നതും കഞ്ഞി ഉണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതും ഒക്കെ അടുപ്പിൽ വിറക് വെച്ചിട്ട് തന്നെയാണ്. ബാധ, ഭൂതം, പ്രേതം ഇത്തരം വിശ്വാസങ്ങളിൽ സത്യനന്ദിക്കാടിന് വിശ്വാസമുണ്ട്, ട്രൂ ഓർ ഫാൾസ്? ഇല്ല എന്നറിയാമെങ്കിലും ചിലതിനോട് നമുക്ക് പേടി വന്നു. നാട്ടുമ്പുറങ്ങളിൽ ഞാൻ ലക്കിടിയിൽ ലോഹിദാസ് ജീവിച്ചിരുന്ന സമയത്ത് ലോഹിദാസിന്റെ വീട്ടിൽ, ലക്കിടിയിൽ അത് ഗ്രാമമാണ് താമസിക്കുക. അപ്പോൾ ലക്കിടിയിൽ ലോഹിദാസിന്റെ വീട്ടിൽ അന്ന് ബാത്റൂം പുറത്താണ്. രാത്രി ടോയ്ലറ്റിൽ പോകണം തോന്നുമ്പോൾ ഞാൻ ലോഹിദാസിനെ വിളിച്ചു നിർത്തും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ്. അപ്പോൾ പുള്ളി പുറത്ത് നിന്ന് തലക്കെട്ടൊക്കെ ഇട്ടിരുന്ന് പറയും, മലയാളത്തിലെ വലിയ സംവിധായകനാണ്, പക്ഷെ മൂത്രമൊഴിക്കാൻ പോകാനായിട്ട് ഒരാളുടെ സഹായം വേണമെന്ന് പറയും. എനിക്ക് പേടിയാണ്. ക്ലബ് എഫ്എമ്മിൽ എന്റെ കൂടെ ഉണ്ട് സത്യനന്ദിക്കാട്. ടൺ കണക്കിന് ഫൺ. കടലെന്ന് കേൾക്കുമ്പോ ഇപ്പൊ സത്യനന്ദിക്കാടിന് എന്താ തോന്നുന്നത്? കടല് കണ്ടാ മതിയാവില്ല എന്ന് പറയും, മതിയായോ? ഇല്ല, കടല് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്കും ആഴവും പരപ്പുള്ള മറ്റൊരു ഇതാണ്. എനിക്ക് ശരിക്കും കടലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തോന്നിയത്, ആ വള്ളത്തിലൊക്കെ ക്യാമറ വെച്ച് നിൽക്കുമ്പോൾ ജീവനുള്ള ഏതോ ഒരു ജീവിയുടെ മേലെ നിൽക്കുന്ന പോലെയാണ്. കടൽ എപ്പോഴും നമ്മളങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അത് വേറൊരു ലോകമാണ്. അത് ഒരു കായലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുഴയാണെങ്കിൽ നമുക്ക് അതിന്റെ ആഴം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോലെ തോന്നും. ഈ സ്ഥിരമായി കടലിൽ പോകുന്നവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും, എങ്കിലും അത് വളരെ രസകരമായിരുന്നു, പേടിയുണ്ടെങ്കിൽ തന്നെ. പിന്നെ സത്യനന്ദിക്കാട് ഓട്ടോഗ്രാഫ് ചെയ്ത ക്ലബ് എഫ്എമ്മിന്റെ മഗ്. ഈ മഗിൽ ഓട്ടോഗ്രാഫ് ചെയ്യണം അല്ലേ? അത്രയും വലിയ പേര് ആ മഗിൽ പറ്റുമെന്ന് അറിയില്ല. അതാണ് സത്യനന്ദിക്കാടെന്ന് മുഴുവൻ ചേർക്കുന്ന ഈ മഗ് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻ ഫേസ്ബുക്കിലെ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെൽ മീ സർ, വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ? പുതിയ തീരങ്ങളാണല്ലോ എന്റെ ഏറ്റവും പുതിയ ചിത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിലെ താമരയും മോഹനും മാഷും ആലപ്പി അപ്പച്ചനൊക്കെ, അതായത് നിവിൻ പോളിയും നമിതയൊക്കെ സ്ഥിരമായിട്ട് ഒരു വള്ളത്തിലാണ് മീൻ പിടിക്കാൻ പോകാറുള്ളത്. നമുക്ക് ബൈക്ക്, കാർ എന്ന് പറയുന്നവർ അവരുടെ വള്ളമാണ്. അവർ സഞ്ചരിക്കുന്ന വള്ളത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ മേരി മാത, ഓപ്ഷൻ ബി ചെറുപുഷ്പം, ഓപ്ഷൻ സി ഫ്രണ്ട്സ്. ക്ലബ് എഫ് എം കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ വന്നതിന്. ഓക്കെ, സന്തോഷം. ടെൽ മീ സർ, ഹൗ വാസ് സ്റ്റാർ ജാം? ഇറ്റ്സ് വെരി നൈസ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്, കേൾക്കാറുള്ളതാണ്. വളരെ എനർജറ്റിക് ആണ്. ഏത് പ്രായക്കാരെയും യുവാക്കളായി മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അടുത്ത സിനിമയിൽ എനിക്ക് ചാൻസ് ഉണ്ടോ? അപ്പൊ പറയാം. ഇത് ശരിയല്ല. പുതിയ തീരങ്ങൾ, പുതിയ ആക്ടേഴ്സിനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമയെ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്ന ഒരാളാണ്. കോമഡി ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കാം. നമുക്ക് നോക്കാം. ഏതായാലും ക്ലബ് ഓഫ് എമ്മിലെ ആളുകൾക്ക് മതി എന്ന് പറയട്ടെ ഷാനെ, അപ്പൊ നമുക്ക് നോക്കാം. സൂപ്പർ സർ. വെൽ, വി ആർ ഗോയിങ് ടു ക്ലോസ് ദ ഷോ. ആൻഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി എന്റെ സ്റ്റൈലിൽ ഒന്ന് പറയണം സർ. ടൺ 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 കണക്കിന് ഫൺ. അങ്ങനെ ഞാൻ പറഞ്ഞ ബോറാവും. ഇല്ല, ഒരു തവണ ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 കണക്കിന് ഫൺ.